ഒരിക്കൽ പ്ലേറ്റോ തന്റെ ഗുരുവും ഉപദേഷ്ടാവുമായ സോക്രട്ടീസിനോട് ചോദിച്ചു, എന്താണ് സ്നേഹം? സോക്രട്ടീസ് പറഞ്ഞു, പ്ലേറ്റോ, നിങ്ങൾ അടുത്തുള്ള ഗോതമ്പ് പാടത്തിലൂടെ നടക്കുക. പിറകോട്ട് പോവാതെ മുന്നോട്ട് നടക്കുക. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഗോതമ്പ് തണ്ട് തിരഞ്ഞെടുക്കുക. ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക. പാടത്ത് ഏറ്റവും മികച്ച ഗോതമ്പ് കണ്ടെത്തും എന്ന ആത്മവിശ്വാസത്തോടെ പ്ലേറ്റോ സോക്രട്ടീസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നു. അധികം താമസിക്കാതെ അദ്ദേഹം വെറും കൈയോടെ മടങ്ങിയെത്തി. സോക്രട്ടീസ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഗോതമ്പിന്റെ ഒരു തണ്ട് പോലും കൊണ്ടുവരാതിരുന്നത്? പ്ലേറ്റോ പറഞ്ഞു, ഞാൻ പാടത്തേക്ക് നടന്ന ഉടനെ ഏറ്റവും മനോഹരമായ ഒരു ഗോതമ്പ് തണ്ട് കണ്ടെത്തി. പക്ഷേ എനിക്ക് ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ലേ അനുവദിച്ചിട്ടുള്ളൂ. എനിക്ക് പിറകോട്ട് പോവാൻ കഴിയാത്തതിനാൽ ആ സാഹചര്യത്തില് ഇനിയും മികച്ചത് കണ്ടെത്താനാവും എന്ന് ഞാൻ പ്രത്യാശിച്ചു. എന്നിരുന്നാലും ഞാൻ തിരയുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ മികച്ചത് കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൊണ്ടുവരാതിരുന്നത്. ഇതാണ് സ്നേഹം, സോക്രട്ടീസ് പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പ്ലേറ്റോ സോക്രട്ടീസിനോട് മറ്റൊരു ചോദ്യം ചോദിച്ചു, എന്താണ് വിവാഹം? സോക്രട്ടീസ് പറഞ്ഞു, കാട്ടിലേക്ക് പോവുക, തിരിഞ്ഞു നോക്കാതെ നടക്കുക, കാട്ടിലെ ഏറ്റവും മികച്ചതും ശക്തമായതുമായ വൃക്ഷം തിരികെ കൊണ്ടുവരിക. ഓർക്കുക, ഒരെണ്ണം മാത്രമേ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അനുമതിയുള്ളൂ. അതിനാൽ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. പ്ലേറ്റോ കാട്ടിലൂടെ നടന്നു. ഒരു മരവുമായി ഉടൻ മടങ്ങിയെത്തി. എന്നാൽ മരത്തിന് ശക്തിയോ ഉയരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോക്രട്ടീസ് ചോദിച്ചു, ഇത് കാട്ടിലെ ഏറ്റവും മികച്ച വൃക്ഷമാണോ? പ്ലേറ്റോ പറഞ്ഞു, അല്ല, പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലെ വെറുതെ മടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാട്ടിൽ മികച്ച വൃക്ഷങ്ങളുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലും ഈ വൃക്ഷത്തെ ഞാൻ തിരഞ്ഞെടുത്തു. അവസരം നഷ്ടപ്പെടുത്താൻ എനിക്ക് തോന്നിയില്ല. ഇതാണ് വിവാഹം, സോക്രട്ടീസ് പറഞ്ഞു കൊടുത്തു. മറ്റൊരു ദിവസം പ്ലേറ്റോ സോക്രട്ടീസിനോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് പ്രണയം? സോക്രട്ടീസ് പതിവ് പോലെ പറഞ്ഞു, കാട്ടിലേക്ക് പോവുക, ഏറ്റവും മനോഹരമായ പുഷ്പത്തെ, പൂവിനെ അന്വേഷിക്കുക. ഇത്തവണ നിങ്ങൾക്ക് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും യഥേഷ്ടം, നിങ്ങളുടെ ഇഷ്ടം പോലെ സഞ്ചരിച്ചോളൂ. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്ലേറ്റോ കാട്ടിലേക്ക് പോയി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാട്ടിലെ ഏറ്റവും മനോഹരിയായ നിറവും മണവുമുള്ള പൂവിനെ അടർത്തിയെടുത്തു. എന്നാൽ മടങ്ങിയെത്തിയപ്പോ പൂവ് വാടിപ്പോവാൻ തുടങ്ങി. സോക്രട്ടീസ് ചോദിച്ചു, ഇത് കാട്ടിലെ ഏറ്റവും മനോഹരമായ പുഷ്പമാണോ? പ്ലേറ്റോ പറഞ്ഞു, അതെ, ഞാൻ കണ്ടെത്തിയ ഏറ്റവും സുന്ദരിയായ പൂവാണ് ഇത്. എന്നാൽ ഇവിടെ തിരിച്ചെത്തിയപ്പോ അതിൻ്റെ നിറവും സൗന്ദര്യവും നഷ്ടപ്പെടാൻ തുടങ്ങി. അത് വാടാൻ തുടങ്ങി. സോക്രട്ടീസ് പറഞ്ഞു, അതെ, ഇതാണ് പ്രണയം അഥവാ പ്രേമബന്ധം. പ്ലേറ്റോ സോക്രട്ടീസിനോട് ചോദിച്ചു, എന്താണ് ജീവിതം? സോക്രട്ടീസ് ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, നേരത്തേതുപോലെ കാട്ടിലേക്ക് പോയി അവിടെ ഏറ്റവും മനോഹരമായ പൂവ് കണ്ടെത്തുക, ആ പൂവിനെ അടർത്തിയെടുക്കുക. നിങ്ങൾക്ക് കാട്ടിനുള്ളിൽ എവിടേക്ക് വേണമെങ്കിലും പോകാം. നിങ്ങൾക്ക് എത്ര പൂവ് വേണമെങ്കിലും അടർത്തിയെടുക്കാം. നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ മറന്നു പോകരുത്. പ്ലേറ്റോ വീണ്ടും കാട്ടിലൂടെ സഞ്ചരിച്ചു. 3 പകലുകളും 3 രാത്രികളും കഴിഞ്ഞിട്ടും പ്ലേറ്റോ തിരിച്ചെത്തിയില്ല. സോക്രട്ടീസ് അല്പം ആശങ്കയോടെ പ്ലേറ്റോയെ തേടി പുറപ്പെട്ടു. പ്ലേറ്റോ താൽക്കാലികമായി നിർമ്മിച്ച ഒരു ക്യാമ്പിൽ സോക്രട്ടീസ് അദ്ദേഹത്തെ കണ്ടെത്തി. സോക്രട്ടീസ് പ്ലേറ്റോയോട് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും മനോഹരമായ പൂക്കൾ കണ്ടെത്തിയോ? തൻ്റെ ക്യാമ്പിന് തൊട്ടടുത്തുള്ള ഒരു പുഷ്പത്തെ പ്ലേറ്റോ ചൂണ്ടിക്കാണിച്ചു. ഇതാണ് കാട്ടിലെ ഏറ്റവും മനോഹരി. സോക്രട്ടീസ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഈ പൂവിനെ ഇതുവരെയും അടർത്തിയെടുക്കാഞ്ഞത്? പ്ലേറ്റോ ചിന്താപൂർവം ഉത്തരം കൊടുത്തു, ഞാൻ ഈ പൂ അടർത്തിയെടുത്താൽ
ഒടുവിലത്തേതുപോലെ ഇതും വാടിപ്പോവും. ഞാൻ അടർത്തിയില്ലെങ്കിലും അത് താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് വാടിപ്പോവും. അതിനാൽ ഇത് വിടർന്നു നിൽക്കുമ്പോൾ ഞാൻ അതിനടുത്ത് പോയി താമസിക്കും. അതിനെ ഇവിടെ നിന്ന് ഞാൻ ആരാധനയോടെ നോക്കും. അത് വാടിപ്പോവുമ്പോൾ അടുത്ത ഏറ്റവും മനോഹരമായ പുഷ്പത്തിനായി ഞാൻ അന്വേഷണം ആരംഭിക്കും. ഇത് ഇതിനകം 4ാമത്തെ പുഷ്പമാണ്. സോക്രട്ടീസ് പറഞ്ഞു, ഇപ്പോ നിങ്ങൾക്ക് ജീവിതത്തിന്റെ സത്ത എന്താണെന്ന് മനസ്സിലായി കാണും അല്ലേ ചോദിക്കുകയാണ്.